ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 11-ാമത്തെ അധ്യായം 8 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിശ്വാസത്തിന് മാതൃക കൊടുക്കാൻ അബ്രഹത്തെ പോലെ വേറെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത്രയധികം ജീവിതം മുഴുവൻ വിശ്വാസത്തിൻ്റെ ഒരു പ്രകടനം തന്നെയായിരുന്നു അബ്രഹത്തിൻ്റെ ജീവിതം. അബ്രഹത്തെക്കുറിച്ചാണ് ഈ വചനഭാഗത്ത് നമ്മൾ ശ്രവിക്കുക. ഇങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്: വിശ്വാസം മൂലം അബ്രഹാം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിക്കാൻ അബ്രഹത്തിന് ഒരു മടിയിലായിരുന്നു. കർത്താവിൻ്റെ വിളി സ്വീകരിച്ചപ്പോൾ നിൻ്റെ പ്രിയപ്പെട്ടവരെയും നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹത്തിന് അവിടെ ഒരു വീണ്ടും ഒരു ചോദ്യമില്ല. എവിടേക്കാ കർത്താവേ, എന്തിനാ കർത്താവേ, എങ്ങോട്ടാ കർത്താവേ, ഇല്ല, ചോദ്യമില്ല. അനുസരിക്കുകയാണ്. കണ്ണും പൂട്ടിയിട്ടുള്ളൊരു വിശ്വാസമാണ്. അങ്ങ് ഇറങ്ങിത്തിരിക്കുകയാണ് അബ്രഹാം. ഒരു മടിയില്ലാതെ അനുസരിക്കുന്ന ഒരു ജീവിതത്തെയാണ് നമ്മളവിടെ കാണുക. എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുന്ന പോലെയാണ്. കൊതിയോടെ കാത്തു നിൽക്കുകയാണ് അനുസരിക്കാൻ. എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഈ പറയണത്. അതുവരെയും സ്വന്തം പോലെ കരുതിയിരുന്ന തൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുജനങ്ങൾ, സുഹൃത്തുക്കൾ, ആ ജീവിച്ച് വളർന്ന നാട്, അല്ലെങ്കിൽ ഓടിക്കളിച്ച് നടന്ന സ്ഥലങ്ങൾ, ഇതൊക്കെ ഇട്ടിട്ട് പോകാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഒറ്റ സെക്കൻഡ് നേരം കൊണ്ട് ഇതിനെയൊക്കെ അങ്ങ് ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അബ്രഹത്തിന് അത് എളുപ്പമായിരുന്നു. അബ്രഹത്തിന് അതൊരു വിഷയമല്ല. അബ്രഹത്തിനോട് എന്ത് പറഞ്ഞാലും വിഷയമല്ല. അതാണ് നമ്മൾ കാണുക. എന്ത് പറഞ്ഞാലും അബ്രഹത്തിന് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അബ്രഹത്തോട് പറഞ്ഞു, നിനക്കൊരു കുഞ്ഞിനെ ഞാൻ നൽകും എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അബ്രഹാം അത് വിശ്വസിച്ച് കാത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യമായിട്ടാണ് നമുക്ക് അങ്ങനെ കാണാൻ പറ്റുക. ആദ്യമായിട്ട് വചനത്തിൽ ഇങ്ങനെ പറയുന്നു, എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെ തന്നെയാണ് അവൻ പുറപ്പെട്ടത്. എവിടം വരെ പോകും, തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ അറിയത്തില്ല അബ്രഹത്തിന്. പക്ഷെ അബ്രഹാം ഇറങ്ങി നടക്കുകയാണ്. ഇത് ദൈവം ആഗ്രഹിക്കുന്ന വഴി തന്നെയാണ്. അങ്ങ് നടക്കാനുള്ള, അങ്ങ് തീരുമാനമെടുക്കാനും മുന്നോട്ട് കാല് വയ്ക്കാനുള്ള ഒരു ധീരത അബ്രഹാം അവിടെ കാണിക്കുകയാണ്. നമ്മൾ രണ്ടാമതായിട്ടൊരു കാര്യം അബ്രഹത്തിൻ്റെ ജീവിതത്തിൽ കാണും. കർത്താവ് കൊടുത്ത വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചിട്ട് ഒരു വലിയ കാത്തിരിപ്പിൻ്റെ അനുഭവം അബ്രഹത്തിൽ കാണും. 2-3 പ്രത്യേകതകൾ അബ്രഹത്തിലുള്ളതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുക. അതിൽ രണ്ടാമത്തെയാണ് നമ്മൾ കാണുക. അബ്രഹാം ദൈവം കൊടുത്ത വാഗ്ദാനങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ വാഗ്ദാനം നടക്കും എന്ന ബോധ്യത്തിൽ കാത്തിരിക്കുകയും കൂടെ കാത്തിരിക്കുകയാണ്. ദൈവം നടത്തിത്തരും. എൻ്റെ ദൈവമല്ലേ, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല, നഷ്ടപ്പെടുത്തില്ല, ജീവിതം തകർന്നു പോകാൻ ഇടയാക്കില്ല, ദൈവം നയിക്കും എന്ന വലിയ ബോധ്യം. കാത്തിരിക്കാൻ അബ്രഹത്തിന് മനസ്സ് കൊടുക്കുകയാണ്. കുഞ്ഞിനെ ലഭിക്കൂ എന്നൊക്കെ പറയുമ്പോൾ നാട്ടുകാരും വീട്ടുകാരൊക്കെ ചിരിച്ചിട്ടുണ്ടാവും, ഉറപ്പായിട്ടും ചിരിച്ചിട്ടുണ്ടാവും, കളിയാക്കിയിട്ടുണ്ടാവും. അബ്രഹത്തിന് ചിരിക്കാനും തോന്നിയിട്ടില്ല. കാരണം അബ്രഹത്തിൻ്റെ മനസ്സിൽ നല്ല ബോധ്യമാണ്, ഇത് ദൈവമാണ് വാഗ്ദാനം ചെയ്യണത്, സാധാരണ മനുഷ്യരല്ല, ഈ മനുഷ്യരുടെ മുകളിൽ നിൽക്കുന്ന ശക്തനായ ഒരു ദൈവമാണ് വാഗ്ദാനം ചെയ്തത്. അതുകൊണ്ട് വാഗ്ദാനങ്ങളിൽ ഞാൻ വിശ്വസിക്കും. അബ്രഹത്തിൻ്റെ വിശ്വാസം വലുതായിരുന്നു. സാധാരണ ജനത്തിൻ്റെയൊക്കെ മനസ്സിൽ ഒരു 10,000 രൂപ കടം വന്നാൽ, ഒരു 2 ലക്ഷം രൂപ കടം വന്നാൽ ടെൻഷനായി. ലക്ഷങ്ങളും കോടികളും കടബാധ്യതയുള്ളവരെ കണ്ടിട്ടുണ്ട്. 10-20 കോടിയൊക്കെ കടമുള്ളവരെ കണ്ടിട്ടുണ്ട്. അതിലപ്പുറം 100-150 കോടി കടമുള്ളവരെയും കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, എത്ര ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അതിനെ ഓർത്തിട്ട് വല്ലാതെ മനസ്സ് അസ്വസ്ഥപ്പെട്ട് മടുത്ത് ഇനി ജീവിക്കേണ്ട, ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്നവരെ കാണാൻ ഇട വന്നിട്ടുണ്ട്. അബ്രഹത്തെ സംബന്ധിച്ച് അങ്ങനെയല്ലായിരുന്നു. കാത്തിരിക്കുകയാണ്. നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഉത്കണ്ഠപ്പെടുമ്പോൾ കർത്താവിന് അത് ഉത്കണ്ഠയ്ക്ക് വലിയ വിഷയമൊന്നുമല്ല. കർത്താവിന് ഉത്കണ്ഠ തോന്നില്ല കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ. കർത്താവ് വലിയ പദ്ധതി നമുക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത് കൊണ്ട് ഒരിക്കലും എൻ്റെ പറമ്പിൻ്റെ വിൽപ്പന നടന്നില്ല, കല്യാണം നടന്നില്ല, ജോലി അങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളിലൊന്നും കർത്താവ് ടെൻഷൻ പിടിക്കുകയില്ല. കർത്താവിൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയാണ്. ആ പദ്ധതിയിൽ നീ എത്തിച്ചേരുവോളം കർത്താവ് നിന്നെ കാത്തിരിക്കും. ക്ഷമയോടെ കർത്താവും കാത്തിരിക്കും. സഹോദര, സഹോദരി, അബ്രഹാം കാത്തിരുന്ന പോലെ കാത്തിരിക്കാൻ നിനക്ക് പറ്റുമോ? അബ്രഹത്തെ പോലെ ഒന്ന് ഇറങ്ങിത്തിരിക്കാൻ നിനക്ക് കഴിയുമോ? അബ്രഹാം കാണിച്ച ധീരത നിനക്കൊന്ന് മനസ്സിൽ, ജീവിതത്തിൽ സ്വീകരിക്കാൻ പറ്റുമോ? ഒരു സഹോദരി ഞാൻ ഓർക്കുകയാണ്, കുറച്ച് നാൾ മുമ്പ് കുളത്തുവയൽ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാനായിട്ട് വന്നു.
ധ്യാനം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ചോദിച്ചു, സിസ്റ്ററെ ഞങ്ങളുടെ ഇടവകയിൽ വന്നാൽ ഒരു ധ്യാനം നടത്തി തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും നടത്തി തരാം, പ്രാർത്ഥിക്കാം, ഈശോയോട് ചോദിക്കാം, ഈശോ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ധ്യാനം നടത്താം. ധ്യാനം കഴിഞ്ഞ് പോയി ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, സിസ്റ്ററെ ഞാൻ വികാരി അച്ഛനോട് സംസാരിക്കട്ടെ, ധ്യാനം നടത്തി തരാൻ പറ്റുമല്ലോ അല്ലേ, ഉറപ്പ് ഒന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അച്ഛനോട് പറയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും ഈശോ പറയുകയാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് നോക്കാം. അങ്ങനെ ഈശോയോട് ചോദിച്ചു, ഈശോ യെസ് പറഞ്ഞു, സമ്മതം കിട്ടി. ഉടനെ ചേച്ചിയോട് പറഞ്ഞു, എന്നാൽ പിന്നെ ധ്യാനം നടത്താം, അച്ഛനോട് പറഞ്ഞുതര്. ഈ സഹോദരി ഒരു സാധാരണ സ്ത്രീയാണ്, അങ്ങേയറ്റത്തെ ഹൈലി എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല, ഒരു സാധാരണ വീട്ടമ്മയാണ്, ചെറിയൊരു ജോലിയുണ്ട്. പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥന കൂട്ടായ്മയിലുള്ള എല്ലാവരെയും സംഘടിപ്പിക്കാൻ തുടങ്ങി. അവരോടൊക്കെ പ്രാർത്ഥന ആവശ്യപ്പെട്ടു. 1-2 മാസം ഇവർ തനിച്ച് കോർ ഗ്രൂപ്പ് അംഗങ്ങൾ മാത്രം പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. ധ്യാനം നടത്താൻ വികാരിയച്ഛനോട് പറയാൻ അച്ഛൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കണം. അതിനു മുമ്പ് പ്രാർത്ഥിച്ചൊരുങ്ങുകയാണ്. പ്രാർത്ഥിച്ചൊരുങ്ങിയിട്ട് ഇവരുടെ മനസ്സിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ ഇടവകയിലെ സകല മക്കളും ദൈവത്തെ അറിയണം. സാധാരണ ആ ഇടവകയിൽ കുർബാനയ്ക്ക് 3-4 പേര് മാത്രമേ വരാറുള്ളൂ എന്നാണ് പറയണത്. സാധാരണ ദിവസങ്ങളിലാകെ 3-4 പേര്, അതിൽ കൂടുതൽ ദൈവജനം വരാറേ ഇല്ല. അപ്പം അങ്ങനെ വിശ്വാസത്തിലും വിശ്വാസം ഉറങ്ങിപ്പോയ ഒരു ഇടവകയാണ്. ഈ സഹോദരിയുടെ മനസ്സിലൊരാഗ്രഹം, ഈ ഇടവക മുഴുവനും ഉണരണം, ഉയരണം, ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് അങ്ങ് ആത്മാർത്ഥമായിട്ട് ഉപവാസവും പ്രാർത്ഥനയും എങ്ങനെയൊക്കെ ത്യാഗങ്ങൾ കാഴ്ചവെക്കാവോ, പരിഹാര പ്രവർത്തികൾ ചെയ്യാവോ, ഇത് മുഴുവൻ ഈ സഹോദരിയുടെ ഭാഗത്തു നിന്ന്. കുറച്ച് സഹോദരങ്ങളെയും അവർ ഒരുമിച്ച് കൂട്ടിയിട്ടുമുണ്ട്. 2-3 മാസം കഴിഞ്ഞിട്ട് വികാരിയച്ഛൻ്റെ അടുത്ത് പോയി ചോദിക്കുന്നു, അച്ഛൻ അനുവാദം കൊടുക്കുന്നു. പിന്നെ ഞങ്ങളോട് കോൺടാക്ട് ചെയ്യുന്നു, ധ്യാനത്തിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. ഞാൻ ഓർക്കുന്നു, ധ്യാനത്തിൻ്റെ ദിവസങ്ങളായി, ജോലിയൊക്കെ ലീവ് എടുത്തിട്ട് ഫുൾ ടൈം ഓടി നടക്കുകയാണ്. ഒരു സാധാരണ വ്യക്തിക്ക് ചെയ്യാവുന്നതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ഈ മകൾ ചെയ്യാണ്. സാധാരണ ഒരു വീട്ടമ്മ ഓടി നടത്തുക എല്ലാ കാര്യങ്ങളും, സൗണ്ട് സിസ്റ്റം അറേഞ്ച് ചെയ്യുന്നു, ഹോൾ അറേഞ്ച് ചെയ്യുന്നു, ഭക്ഷണം കാറ്ററിംഗുകാരെ ഏൽപ്പിക്കുന്നു, ബാക്കിയെല്ലാം. എങ്ങനെ ഇത്രയും അറിവ് കിട്ടിയെന്ന് നമുക്ക് അത്ഭുതം തോന്നിപ്പോവും. ഒരു സാധാരണ വീട്ടമ്മ. എല്ലാ വീടുകളും ഞങ്ങൾ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഹോളെന്ന് പറയും, പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ഒരു 250ഓളം പേര് ധ്യാനിക്കാനാണ്. ചെറിയൊരു ഇടവകയാണ്, ഒരു 150 വീട്ടുകാരൊക്കെ ഉള്ള ഇടവകയാണ്. പക്ഷേ 250ഓളം പേര്, എല്ലാ തലങ്ങളിലുള്ളവർ, യുവതിവാക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, നല്ല ജോലിക്കാർ, ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, എല്ലാവരും ഉണ്ട്. നല്ലൊരു ഗ്രൂപ്പ്. ഈ സഹോദരി പറയായിരുന്നു, സിസ്റ്ററെ ഞങ്ങളെല്ലാ വീടുകളിലും കയറി ഇറങ്ങി, എല്ലാ വീടുകളിലേക്കും കയറി ഇറങ്ങി വികാരിയച്ഛൻ്റെ അനുവാദത്തോടെ ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു. അവർക്കെല്ലാവർക്കും വേണ്ടി ജപമാല ചൊല്ലാൻ തുടങ്ങി. എല്ലാവർക്കും വേണ്ടി ഏകദേശം 1 വർഷത്തോളമാണ് ഈ ധ്യാനത്തിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചൊരുങ്ങിയത്. ഞാൻ ഓർക്കുന്നു, ആ ധ്യാനം വലിയൊരു അനുഭവമായിരുന്നു. ധ്യാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം ഈ ചേച്ചി ഫോൺ ചെയ്തിട്ട് പറയാണ്, പള്ളി നിറയെ മനുഷ്യർ, അച്ഛന് തനിച്ച് വിശുദ്ധ കുർബാന കൊടുത്തിട്ടും തീരുന്നില്ല സിസ്റ്ററെ, അത്രയും ദൈവജനം പള്ളിയിൽ. അതുവരെയും പള്ളിയിൽ മുഴുവൻ അഴുക്ക് പിടിച്ച്, അല്ലെങ്കിൽ ആരും കയറുകയല്ല, ഞായറാഴ്ച മാത്രം പകുതിയാകുമ്പോൾ വരും, പകുതിക്ക് മുമ്പേ പോവും, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ദൈവജനം മുഴുവൻ ദൈവത്തിലേക്ക് അടുത്തൊരു അനുഭവം. ഒറ്റ ഒരാളുടെ ഇറങ്ങിത്തിരിക്കൽ, ഒറ്റ ഒരാളുടെ സമർപ്പണം, ഒറ്റ ഒരാളുടെ അനുസരണം, ദൈവത്തിൻ്റെ സ്വരത്തെ അനുസരിക്കാനും ശ്രവിക്കാനും സഹകരിക്കാനും വിട്ടുകൊടുക്കാനും ഒരു വ്യക്തി മനസ്സ് വെച്ചപ്പോൾ ആ ദേശം മുഴുവൻ ഉണരുകയായി. ആ ദേശത്തിന് മുഴുവനും മാറ്റമായി. എത്രയോ മക്കൾ ധ്യാനം കഴിഞ്ഞിട്ടൊക്കെ ഞങ്ങൾ പോരുമ്പോൾ വിടുന്നേ ഇല്ല. എല്ലാവരും ചുറ്റും കൂടി ഞങ്ങൾ ഏതാണ്ട് വിദേശത്തേക്ക് യാത്രയ്ക്ക് പോകുന്ന പോലെ നിറയെ മനുഷ്യർ യാത്രയാക്കാൻ വന്ന് നിൽക്കുകയാണ്. അവർക്ക് പോരുന്ന സമയത്ത് പലരുടെയും കണ്ണ് നിറയുന്ന കണ്ടു. ധ്യാനം അവസാനിപ്പിച്ച് ഞങ്ങൾ പോരുന്ന സമയം ഞാൻ ഓർക്കുന്നു, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടും. അനുസരിക്കാൻ എളുപ്പമായിട്ട് തോന്നുകയല്ല. അനുസരിച്ചാൽ എന്താ കിട്ടുക, ഇതെന്തിനാ ഇങ്ങനെ അനുസരിക്കേണ്ടത്, പല ചോദ്യങ്ങളാവും മനസ്സിൽ വരണത്. അബ്രാഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ യാതൊരു ചോദ്യവും ഇല്ലായിരുന്നു. അബ്രാഹത്തിന് അതങ്ങ് വിട്ടുകൊടുക്കാൻ, സമർപ്പിക്കാൻ വളരെ എളുപ്പമായിരുന്നു, വളരെ എളുപ്പം. അബ്രാഹം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചിട്ട് കാത്തിരിക്കുകയാണ്. ദൈവം ഇടപെടും, ദൈവം നയിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നപ്പോൾ തൊട്ട് പെരുവഴിയിലാണ് നമ്മുടെ അബ്രാഹം. വചനത്തിൽ ഇങ്ങനെയാ പറയുക, വിശ്വാസത്തോടെ അവൻ വാഗ്ദത്ത ഭൂമിയിൽ വിദേശിയെ പോലെ കഴിഞ്ഞു. അതേ വാഗ്ദാനത്തിൻ്റെ അവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടുമൊത്ത് അവൻ കൂടാരങ്ങളിൽ താമസിച്ചു. നല്ലൊരു വീടുണ്ടായിരുന്നു, 1-ാം തരം വീട്. ആ വിട്ടിറങ്ങിയിട്ടാണ് പോകുന്നത്. പിന്നെ കിടക്കാൻ കിടപ്പാടമില്ല, കൂടാരം മാത്രം. കൂടാരം ഒരു കാറ്റ് വന്നാൽ പറന്നു പോവും. കൂടാരത്തിൻ്റെ കുറ്റി ഒന്ന് പറഞ്ഞു പോയാൽ കൂടാരത്തിൻ്റെ ഷേപ്പ് മാറിപ്പോവും. ഒരു ഉറപ്പുമില്ലാത്ത, ഒരടിത്തറയില്ലാത്ത, ഒരു കെട്ടുറപ്പില്ലാത്ത ഒരനുഭവമാണ് കൂടാരത്തിൽ വസിക്കുക. എപ്പോഴും അരക്ഷിതാവസ്ഥയാണ്. ഒരു സുരക്ഷിതത്വം ഉണ്ട് എന്നൊരു ബോധ്യമൊന്നും കൂടാരത്തിൽ ജീവിക്കുമ്പോൾ കിട്ടത്തില്ല.
എപ്പോഴും ചോദ്യങ്ങളാണ്, ഉത്തരവില്ലാത്ത കുറേ അധികം ചോദ്യചിഹ്നങ്ങൾ. ഇതേ ഉള്ളൂ അബ്രാഹത്തിൻ്റെ മനസ്സിൽ. പക്ഷെ അബ്രാഹം ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുകയാണ്. ഉണ്ടായിരുന്ന പിടുത്തങ്ങൾ മുഴുവൻ വിട്ടു. ഇനി ഒരു പിടുത്തവുമില്ല അബ്രാഹത്തിന്. എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തിനെങ്കിലുമൊക്കെ ആശ്രയിക്കാമെന്ന് നോക്കിയാൽ അബ്രാഹത്തിന് അങ്ങനെ ആശ്രയിക്കാൻ ആരുമില്ല, ഒന്നുമില്ല. അബ്രാഹം ആശ്രയിച്ചു ദൈവത്തിൻ്റെ കരങ്ങളിൽ മാത്രം. ദൈവത്തിൻ്റെ കരങ്ങൾ, ആ 2 കരങ്ങൾ മാത്രമേ ഉള്ളൂ അബ്രാഹത്തിന് പിടിക്കാൻ. അബ്രാഹത്തിന് ഒരു മടിയില്ല, അബ്രാഹത്തിന് പിന്തിരിഞ്ഞ് പോകണമെന്നുള്ള ചിന്തയില്ല. വീട്ടിലുള്ളവർ കൂടെ വന്നാലും കൊള്ളാം, വന്നില്ലെങ്കിലും കൊള്ളാം. അബ്രാഹം ദൈവത്തെ കേൾക്കുകയാണ്, അബ്രാഹം ദൈവത്തിൽ അങ്ങ് വിശ്വസിക്കുകയാണ്. സാറായിൽ കുഞ്ഞുണ്ടായി ഇസഹാക്കിൻ്റെ ഒക്കെ പിന്നീടുള്ള അനുഭവം നമുക്കറിയാലോ. 12 വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ പറയുമ്പോൾ ഒന്ന് ഓർത്തോക്ക്, സാറ എന്തോ ഒരു കരഞ്ഞിട്ടുണ്ടാവും, സാറ എന്തോ ഒരു പിന്തിരിപ്പിച്ചിട്ടുണ്ടാവും അബ്രാഹത്തെ. പക്ഷെ അബ്രാഹം കുലുങ്ങിയില്ല. വേദനയില്ലാഞ്ഞിട്ടാണോ? ഈ മോൻ്റെ കഴുത്തിൽ കത്തി വെക്കാൻ അബ്രാഹത്തിന് വിഷമമില്ലാഞ്ഞിട്ടാണോ? അല്ല, വേദനയുണ്ട്, സങ്കടമുണ്ട്, വിഷമമുണ്ട്. പക്ഷേ സാറയുടെ കണ്ണുനീര്, അതിലുപരി ഇസഹാക്കിൻ്റെ നിഷ്കളങ്കമായ മുഖം, ഇതൊക്കെ അബ്രാഹത്തെ കുത്തി മുറിവേൽപ്പിക്കുന്നുണ്ട്. പക്ഷെ അബ്രാഹം ഇതൊന്നും കണ്ടിട്ടും കാണാത്ത പോലെ ദൈവത്തെ മാത്രം കാണാനും കേൾക്കാനും അനുസരിക്കാനും മനസ്സ് വയ്ക്കുകയാണ്. ദൈവമാണ് ഏറ്റവും വലുത്. ഈ ജീവിതത്തിലെ സ്വന്തങ്ങൾ, ബന്ധങ്ങൾ അല്ല, അതിലുപരി ദൈവത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ അബ്രാഹം മനസ്സ് വയ്ക്കുകയാണ്. സഹോദരങ്ങളെ, ഇതത്ര എളുപ്പമല്ല. നമുക്ക് ഇവരൊക്കെ, അബ്രാഹമൊക്കെ നമ്മുടെ മാതൃകയായിട്ട് നിലകൊള്ളുമ്പോൾ നമുക്കൊന്ന് പരിശ്രമിച്ചാൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. കൂടാരങ്ങളിൽ കഴിയേണ്ട അവസ്ഥ വരും. കൂടാരങ്ങളിൽ ഒരു സുരക്ഷിതത്വം ഉണ്ടാകണമെന്നില്ല, ഒരു ഉറപ്പും നമുക്കുണ്ടാകത്തില്ല. സാമ്പത്തിക മേഖലയിലുള്ള ഉറപ്പില്ല, ആരോഗ്യം എപ്പോൾ വേണേലും തകരാം, എപ്പോൾ വേണേലും എന്തും സംഭവിക്കാം, കുടുംബത്തിൽ ഒരു സ്വസ്ഥതയില്ല, എപ്പോൾ വേണേലും വഴിതെറ്റിപ്പോകാം മക്കൾ, എപ്പോൾ വേണേലും ജോലി നഷ്ടപ്പെടാം, എപ്പോൾ വേണേലും ഈ പറമ്പ് ഇങ്ങനെ ജപ്തിയിലാകാം, ഏത് കാര്യവും എപ്പോൾ വേണേലും നടക്കാം, അപകടങ്ങൾ എപ്പോഴും സംഭവിക്കാം, എങ്ങനെയും സംഭവിക്കാം, പാപത്തിൽ വീഴോ ഇല്ലയോ ഒരു ഉറപ്പുമില്ല നമുക്ക്. പ്രിയമുള്ളവരെ, ഈ ജീവിതം ഉറപ്പില്ലാത്തതാണ് പലപ്പോഴും. ഒന്നിനും ഉറപ്പ് കിട്ടത്തില്ലെന്ന്, ഒരു കാര്യത്തിനും ഉറപ്പ് കിട്ടത്തില്ലെന്ന്. പക്ഷേ ഒറ്റ കാര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം, അവൻ്റെ വാഗ്ദാനങ്ങളിൽ നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കണം. ആ വാഗ്ദാനങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. ഞാൻ നിന്നെ പണിതുയർത്തും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകനെ, അത് നിന്റെ ജീവിതത്തിൽ ഉയർത്തിയിരിക്കുക തന്നെ ചെയ്യും. ഓർത്തു നോക്ക്, ഞാൻ നിന്നെ പരിപാലിക്കും, നിന്നെ നയിക്കും എന്ന് നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നയിക്കുക തന്നെ ചെയ്യും, പരിപാലിക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. ഒരു സഹോദരൻ കുറച്ച് നാൾ മുമ്പ് പറയുമായിരുന്നു, സിസ്റ്ററെ, വിദേശത്ത് ജോലിയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോവുക. 10 വർഷമായിട്ട് ഒരു മുറിയിൽ തന്നെയാണ് ഞാൻ കഴിയണത്. 5-6 പേര് വേറെ മറ്റ് സഹോദരങ്ങളും മുറിയിലുണ്ട്. ഈ 5-6 പേരും എന്നും മദ്യം കഴിക്കണവരാണ്. എന്നും മദ്യം കഴിക്കും, എന്നും വിളിക്കും എന്നെ, എന്നും. ഒരു ദിവസം പോലും മുടങ്ങുകയില്ല. അവർ വിളിക്കും, നിർബന്ധിക്കും, വായോ ഞങ്ങളുടെ ഒപ്പം വന്നിരുന്ന് മദ്യം കഴിക്കാൻ. ഈ 10 വർഷമായിട്ട് ഒരിക്കൽ പോലും ഒരു സിപ്പ് നോ, ഇതുവരെയും കൈകൊണ്ട് തൊടാൻ പോലും ഈ സഹോദരൻ തുനിഞ്ഞിട്ടില്ല. എന്നിട്ട് പറഞ്ഞത് ഇങ്ങനെയാ, ദൈവം എന്നെ സഹായിച്ചു പിടിച്ചു നിൽക്കാൻ, ദൈവം എന്നെ സഹായിച്ചു ഇതുവരെയും, ഈ സെക്കൻഡ് വരെയും. കർത്താവ് നമ്മളെ സഹായിക്കും. അവൻ ഉറപ്പായിട്ടും നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെയുണ്ട്. അവൻ തളരാൻ അനുവദിക്കില്ല. അവൻ നമ്മുടെ കാലുകൾ ഇടറി വീഴാൻ, കാലിൽ മുള്ളു കൊള്ളാൻ അനുവദിക്കില്ല നിന്റെ കർത്താവ്. ഒന്ന് ചേർന്ന് നിന്നാൽ, ഒന്ന് വിശ്വസിക്കാൻ മനസ്സായാൽ, ഒന്ന് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ഈ അബ്രാഹത്തിന് നൽകിയ അതേ അനുഭവം നിന്റെ ജീവിതത്തിൽ തരും. ഓർത്തേക്കല്ല്, കർത്താവിൻ്റെ മുമ്പിൽ നീ പൂർണ്ണമായിട്ടും സമർപ്പിച്ചാൽ വഴിയൊക്കെ എളുപ്പമായി, പിന്നെ എല്ലാം ശുഭമായി. പറയാൻ പറ്റത്തില്ല കേട്ടോ, ദുർഘടമാവും കുറെ കൂടെ അപകടം പിടിച്ചൊരു മേഖലയിലേക്ക് തന്നെയാണ് നീ ഇറങ്ങുക. പക്ഷേ അതിനവസാനം ഒരു സമ്മാനമുണ്ട്. അതിനവസാനം ഒരു വലിയ നിധി, ഒരു വലിയ സമ്മാനം, പ്രതിഫലം നമ്മളെ കാത്തിരിപ്പുണ്ട്. 10ാമത്തെ വചനം എന്താ പറയാന്നറിയോ? ഇങ്ങനെയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്, ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. ഒന്നുകൂടെ വായിക്കാട്ടോ. ദൈവം സംവിധാനം ചെയ്തതും നിർമ്മിച്ചതും അടിസ്ഥാനം ഉറപ്പിച്ചതുമായ ഒരു നഗരത്തെ അവൻ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, ഒരു സ്വർഗീയമായ നഗരത്തെ അബ്രാഹം സ്വപ്നം കണ്ടു. വീട്ടിൽ നിന്ന് ദേശത്തെ അവിടുന്ന് വിട്ടിറങ്ങി പോന്നപ്പോൾ സ്വർഗീയമായ ഒരു ദേശമാണ് അബ്രാഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു നഗരം. ദൈവം നിർമ്മിച്ചത്, ദൈവം ഉറപ്പിച്ചത്, ദൈവം സംവിധാനം ചെയ്ത ഒരു നഗരം. ഒരു നഗരം എന്ന് പറയുമ്പോൾ എന്തോരു ജനക്കൂട്ടം ഉണ്ടാവും ആ നഗരത്തിൽ, എന്തോരു സ്ഥലങ്ങളുണ്ടാവും, എന്തോരു വീടുകളുണ്ടാവും, ഭവനങ്ങളുണ്ടാവും, എന്തോരു സംവിധാനങ്ങളുണ്ടാവും ആ നഗരത്തിൽ. ഒരു നഗരത്തെയാണ് പ്രതീക്ഷിക്കണത്. ഒരു വീട് വിട്ടപ്പം നഗരം പ്രതീക്ഷിക്കണം അബ്രാഹം. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് നഗരത്തെ പ്രതീക്ഷിക്കുകയാണ്, സ്വപ്നം കാണുകയാണ്.
ഒരു വീട് കിട്ടണം പകരം, അങ്ങനെയല്ല, ചെറിയ കാര്യമല്ല, ഉയർന്ന പ്രതീക്ഷയാണ്, ഉയർന്ന സ്വപ്നമാണ് അബ്രാഹാം കാണുന്നത്. ഒരു കൊച്ചു വീട് അല്ലെങ്കിൽ എനിക്ക് വേണ്ട ആ ഇട്ടാവട്ടം, ചെറിയ ആൾക്കാർ, ചെറിയ ഗ്രൂപ്പ്, നോ, അത് വിട്ടിട്ട് അല്പം കൂടെ ഉയർന്ന ചിന്താഗതിയാണ് അബ്രാഹത്തിൽ നമ്മൾ കാണുക. അബ്രാഹം തൻ്റെ ചിന്താഗതിയെ, തൻ്റെ ജീവിതത്തെ മുഴുവനും മാറ്റുകയാണ്, ദൈവകരങ്ങളിൽ കൊടുക്കുകയാണ്. ദൈവം നിർമ്മിച്ച, സംവിധാനം ചെയ്ത, ദൈവം ഉറപ്പിച്ചു കൊടുത്ത ഉറപ്പുള്ള ഭവനമാണ്, ഉറപ്പുള്ളൊരു ഭവനം, ഉറപ്പുള്ളൊരു നഗരം അബ്രാഹം പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷയ്ക്കൊന്നും ഒരിക്കലും മങ്ങലില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് അബ്രാഹത്തിന് ഇത്രയധികം വെല്ലുവിളികൾ നേരിടാൻ കഴിഞ്ഞത്. എളുപ്പമല്ലായിരുന്നു. എന്തോ ഒരു പ്രശ്നങ്ങളുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകും. ഒറ്റ ഒരു കാരണമേ ഉള്ളൂ, ദൈവം എനിക്ക് ഇതിനൊക്കെ ഒരു സമ്മാനം തരും, ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ മേഖലകളിലൊക്കെ ഇടപെടും എന്നുള്ളൊരൊറ്റ ബോധ്യം. ഒന്ന് ഓർത്ത് നോക്ക്, നമ്മളുള്ള ഈ ഭവനം, നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഭവനം വല്ല ഉറപ്പുണ്ടോ? നാളെ ആരാ ഈ ഭവനത്തിൽ കഴിയും? ഒരു ഉറപ്പും നമുക്കില്ല. ഇപ്പോൾ ചെയ്യുന്ന ഈ ജോലി, ഇത് എത്ര നാളത്തേക്ക് തുടർന്നുകൊണ്ട് പോകാൻ പറ്റും? ഇപ്പോഴുള്ള ഈ ആരോഗ്യം വല്ല ഗ്യാരണ്ടി ഉണ്ടോ? ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മുടെ ഇപ്പോഴത്തെ ആ നല്ല ഒരു പൊസിഷൻ, നമ്മുടെ സ്ഥാനമാനങ്ങൾ, സമൂഹത്തിലെ നിലവാരം, ഒരു ഉറപ്പുണ്ടോ? ഇല്ല കേട്ടോ, ഒരു ഉറപ്പും നമുക്കില്ല. എത്ര നാളത്തേക്കുണ്ട് ഈ ജീവിതം? ഒരു ഉറപ്പില്ല, എല്ലാം മാറി മറിയാം. ഒരു പക്ഷെ തോന്നും ഈ സമയം ഏറ്റവും സന്തോഷപ്രദമായ സമയമാണ്, ഇത് നഷ്ടപ്പെടുത്തില്ലേന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഈ സമയവും കടന്നു പോകും, ഇതും കടന്നു പോകും. ഒന്നും ശാശ്വതമല്ല. മനുഷ്യനിർമ്മിതമായിട്ടുള്ളതെല്ലാം ശാശ്വതമല്ലാത്തതാണ്. അതിന് ശാശ്വതമാണെന്ന് പറയാൻ പറ്റത്തില്ല. ദൈവം നിർമ്മിച്ചത്, ദൈവം ഉറപ്പിച്ചത്, ദൈവം സംവിധാനം ചെയ്തത്, ദൈവത്തിൻ്റെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതെല്ലാം ശാശ്വതമാണ്, അത് നിലനിൽക്കുന്നതാണ്. അതിലേക്കാണ് നമ്മളെപ്പോഴും ലക്ഷ്യം വെക്കേണ്ടത്. നമ്മുടെ കണ്ണുകൾ എപ്പോഴും ലക്ഷ്യം വെക്കേണ്ടത് സ്വർഗത്തിലേക്കാണ്. ഈ ഭൂമിയിലെ ഒന്നിലും നീ ലക്ഷ്യം വെച്ചേക്കല്ലേ, ഈ ഭൂമിയിലെ ഒരു സന്തോഷത്തിലും നീ ലക്ഷ്യം വെച്ചേക്കല്ലേ. അൽഫോൻസാമ്മയുടെ ജീവിതം ഓർക്കുന്നില്ലേ? വിവാഹമൊക്കെ കഴിക്കാൻ വീട്ടിലുള്ളവർ നിർബന്ധിക്കാൻ തുടങ്ങി. എല്ലാവരും പറഞ്ഞു, അൽഫോൻസാമ്മേ നീ വിവാഹത്തിന് സമ്മതിച്ചേ, അന്നക്കുട്ടി വിവാഹത്തിന് സമ്മതിച്ചേ പറ്റൂ. അൽഫോൻസാമ്മ പറഞ്ഞു, അത് എനിക്ക് പറ്റില്ല, എൻ്റെ വിളി അതല്ല, എനിക്ക് എൻ്റെ കർത്താവിനെ സ്വന്തമാക്കണം. അൽഫോൻസാമ്മ പോയിട്ട് കാല് പൊള്ളിക്കണതൊക്കെ വായിച്ചിട്ടില്ലേ, കേട്ടിട്ടില്ലേ? എന്തിനാ കാല് പൊള്ളിച്ചത്? എന്തിനാ അത്രയും വലിയൊരു ഒരു റിസ്ക് എടുക്കാൻ പോയത്? എങ്ങനെയെങ്കിലും കല്യാണം മുടങ്ങിപ്പോട്ടെ, എനിക്ക് എൻ്റെ കർത്താവിനെ സ്വന്തമാക്കണം, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. അതുകൊണ്ട് സ്വന്തം ആരോഗ്യം, സ്വന്തം സൗന്ദര്യം, അതിനൊക്കെ തുച്ഛമായിട്ട് കാണുകയാണ്. കർത്താവിൻ്റെ ഒപ്പം നടക്കാനുള്ള ആഗ്രഹം, കർത്താവിനെ മാത്രം ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് കണ്ടിട്ട് ഹൃദയത്തിൽ സ്വന്തമാക്കാനുള്ള ആഗ്രഹം. ഫ്രാൻസിസ് അസിസി വിശുദ്ധനെ ഓർക്കുന്നില്ലേ? ഉടുതുണി പോലും എറിഞ്ഞിട്ട് കൊടുത്തു അപ്പൻ്റെ കയ്യിലേക്ക്. വേണ്ട കേട്ടോ, അപ്പച്ചൻ എനിക്ക് തന്നതൊക്കെ അപ്പച്ചൻ എടുത്തേര്, എനിക്കൊന്നും വേണ്ട, ഈ ഭൂമിയിൽ ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ അപ്പനെ മതി, എൻ്റെ സ്വർഗത്തിലെ അപ്പനെ. എന്തൊരു ധൈര്യം അത്, എന്തൊരു ധൈര്യം ഫ്രാൻസിസ് അസിസി കാണിച്ചത്. എല്ലാവരും നിൽക്കുമ്പോഴാണ്, എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഉടുതുണി ഊരി പറിച്ചിട്ട് അപ്പൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഭൂമിയിൽ ഇനി ഒന്നും വേണ്ടാന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അബ്രാഹാം ഇത് തന്നെയല്ലേ ചെയ്തത്? കയ്യിലുണ്ടായിരുന്ന പിടുത്തം മുഴുവൻ വിട്ടിട്ട്, കൈവശം നേടിയെടുത്തത് മുഴുവനും മാറ്റിയിട്ട് അബ്രാഹാം പറയാൻ, എനിക്ക് സ്വർഗത്തിലേക്കുള്ള യാത്ര അത് മാത്രം മതി, സ്വർഗം ലക്ഷ്യമാക്കിയിട്ടുള്ള എൻ്റെ ജീവിതം, ദൈവം എനിക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള, സംവിധാനം ചെയ്തിട്ടുള്ള ഈ ജീവിതം, അത് മാത്രമാണ് എനിക്ക് വേണ്ടത്. അബ്രാഹാം അങ്ങനെയായിരുന്നു. അബ്രാഹത്തിൻ്റെ ലക്ഷ്യം അത് മാത്രമായിരുന്നു. വേറെ ഒന്നിലേക്കും അബ്രാഹത്തിൻ്റെ കണ്ണുകൾ ഉടക്കി പോകുന്നില്ല. വേറെ എവിടെയെങ്കിലും ഒന്ന് ഫോക്കസ് ചെയ്യാമെന്ന് ഓർത്താൽ ഉടനെ അവിടെ നിന്ന് അത് പറിച്ചെടുത്ത് പോരും. കാരണം അബ്രാഹാം വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ പരിശീലനം നേടി അതിലൂടെ തന്നെ മുന്നോട്ട് പോയ വ്യക്തിത്വമാണ്. പ്രിയമുള്ളവരെ, നമ്മളെക്കുറിച്ചൊക്കെ ദൈവത്തിൻ്റെ വിളി, ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുമ്പോൾ, ചില കാര്യങ്ങളിലേക്ക് നമ്മളോട് ഇറങ്ങാൻ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഉറപ്പും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, ഒരു ഉറപ്പും ഉണ്ടാകണമെന്ന്. ഞാൻ ഓർക്കുന്നു, കോൺവെൻറ്റിലേക്കൊക്കെ ചേരുന്ന സമയം പ്രിയപ്പെട്ടവരും വീട്ടിലുള്ളവരും നാട്ടുകാരൊക്കെ പറഞ്ഞു, ഇതിലും നല്ലതായിട്ട് ജീവിക്കത്തില്ലേ, ഇതിലും നല്ലതായിട്ട് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കത്തില്ലേ, ഇതിലും നല്ല നല്ല കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്യത്തില്ലേ? ഒരു കോൺവെൻറ്റ് ലൈഫിൽ പോയിട്ട് ഇങ്ങനെ ഒതുങ്ങിക്കൂടേണ്ട കാര്യമുണ്ടോ? ഈശോയെ സ്നേഹിക്കണമെങ്കിൽ കോൺവെൻറ്റിൽ പോകേണ്ട കാര്യമുണ്ടോ? എത്ര പേര് നിരുത്സാഹപ്പെടുത്താൻ നോക്കി. ഞാൻ ഓർക്കുന്നു, എൻ്റെ ആങ്ങളമാർ പോലും ഒരു വർഷത്തേക്കൊക്കെ പിണങ്ങി നടത്തി പോകുന്ന ഒറ്റ കാരണം കൊണ്ടാണ്. ഇപ്പം അതൊക്കെ മാറിയിട്ടോ. ഞാൻ ഓർക്കുന്നു, കുറച്ച് നാളുകൾക്കൊക്കെ അവർക്കതൊക്കെ ഉൾക്കൊള്ളാൻ അതിനങ്ങ് സ്വീകരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. വേദനിച്ചിട്ടാണ്, അവരൊരു ബന്ധം മുറിഞ്ഞു പോകുന്നു എന്നൊക്കെയാണ് അവർ ചിന്തിച്ചു കൂട്ടിയത്. ഇന്ന് അതിൻ്റെയൊക്കെ വില അവർക്ക് മനസ്സിലായി. ഞാൻ ഓർക്കുന്നു, എത്രയോ സന്തോഷത്തോടും എത്രയോ സംതൃപ്തിയോടും കൂടെ ഈശോയുടെ സ്വന്തം എന്ന് പറഞ്ഞ് നടക്കാൻ എത്ര അഭിമാനത്തോടെ നടക്കാൻ പറ്റും ഈ കാലയളവിൽ. വേദനകൾ, പ്രതികൂല സാഹചര്യങ്ങൾ, കൊടുങ്കാറ്റ് വീശുന്ന അനുഭവം, ഭൂകമ്പം ഉണ്ടാകുന്ന അനുഭവം, ഇതൊക്കെ ഉണ്ടാവും, അത് ഏത് ജീവിതത്തിലും ഉണ്ട്. പക്ഷെ ഞാൻ ഓർക്കുന്നു, ഇതിൻ്റെ ഒക്കെ നടുവിൽ ഈശോയുടെ സ്വന്തം പ്രിയപ്പെട്ടവൾ, ഈശോയുടെ അഭിമാനം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കാൻ എന്തൊരു ധൈര്യമാണ്, എന്തൊരു സന്തോഷമാണ് തോന്നുന്നത്, എന്തൊരു സംതൃപ്തിയാണ് മനസ്സിൽ തോന്നുന്നത്. ഇറങ്ങുന്ന സമയത്ത്
ഞാൻ ഓർക്കുന്നു കോൺവെൻറ്റിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും കൂടെ പുറകോട്ടേക്ക് ഇങ്ങോട്ട് പിടിച്ചു വലിക്കുമ്പോൾ പല ചിന്തകളും മനസ്സിൽ കൂടെ പോയിട്ടുണ്ട്. എന്നെക്കൊണ്ട് പറ്റുമോ, ഇതെടുത്തെത്തിക്കാൻ പറ്റുമോ, കർത്താവ് ആഗ്രഹിക്കണ പോലെ അവസാനം വരെയും ഉറപ്പോടെ നിൽക്കാൻ പറ്റുമോ, ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, ടെൻഷനൊക്കെ തോന്നിയിട്ടുണ്ട്, വിഷമമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ആശ്രയിച്ചു കർത്താവിൽ, അങ്ങ് മുറുകെ പിടിച്ചു. കർത്താവെ നീ മാത്രമേ ഉള്ളൂ ആശ്രയിക്കാൻ, നീ മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുടുംബജീവിതം ആരംഭിച്ചപ്പോഴും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു പക്ഷേ ഇതുപോലത്തെ, കർത്താവെ ഇത് മരണം വരെയും ഈ ആളുടെ കൂടെ വിശ്വസ്തയോടെ മുന്നോട്ട് പോകാൻ പറ്റുമോ, സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ, സന്തോഷത്തോടെ മുന്നോട്ട് നീങ്ങാൻ കഴിയുമോ, ചിന്തിച്ചിട്ടുണ്ടാകണം. ടെൻഷനൊക്കെ തോന്നിയിട്ടുണ്ടാവും ചെറിയ രീതിയിലെങ്കിലും. ഒറ്റ കാര്യം അടിയുറച്ച് വിശ്വസിക്കുക. നീ ആരംഭിച്ച ഈ ജീവിതം അതെത്ര ഭാരമുള്ളത് എന്ന് നിനക്ക് തോന്നിയാലും, അതെത്ര അസ്വസ്ഥതകൾ നിന്നിൽ ഉളവാക്കുന്നു എന്ന് നിനക്ക് തോന്നിയാലും, ആശ്രയിക്കുക ദൈവത്തിൽ, വിശ്വസിക്കുക ദൈവത്തിൽ. ഈ നോമ്പുകാലം മുഴുവൻ വിശ്വാസത്തിൻ്റെ ദിവസങ്ങളായിട്ട് മാറട്ടെ. കർത്താവ് നിന്നെ സഹായിക്കും. അബ്രാഹാം വിശ്വസിച്ച പോലെ കൂടാരങ്ങളിലാണ് നീ കഴിയണതെങ്കിലും, പെരുവഴിയിലാണെങ്കിലും, കൈവശമുള്ളതൊക്കെ നഷ്ടപ്പെട്ടെങ്കിലും, ഒരാൾ പോലും നിന്നെ മനസ്സിലാക്കാനില്ല എങ്കിലും, നിന്റെ ദൈവത്തിൽ, വാഗ്ദാനങ്ങളിൽ നീ വിശ്വസിക്കുക. നിനക്ക് വേണ്ടി സ്വർഗം കാത്തിരിക്കുകയാണ്. നിനക്ക് വേണ്ടി കർത്താവ് നിർമ്മിച്ച സ്വർഗം കാത്തിരിക്കുകയാണ്. അബ്രാഹത്തെ പോലെ ഒരു നഗരം തന്നെ പ്രതീക്ഷിക്കുക. ഒരു നഗരം തന്നെ, വീടല്ല വേണ്ടത്, ഒരു നഗരം തന്നെ വേണം. ഒരുപാട് വീടുകളുള്ള, ഒരുപാട് ജനക്കൂട്ടങ്ങളുള്ള ഒരു നഗരം തന്നെ എനിക്ക് സ്വന്തമാക്കണമെന്ന് ഒരു വലിയ പ്രതീക്ഷ, ഒരു വലിയ ആഗ്രഹം നിൻ്റെ മനസ്സിൽ നിറയട്ടെ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാത്രം ഉടക്കി കിടന്നേക്കല്ലേ. ചെറിയ ഈ ജീവിതത്തിൻ്റെ കൊച്ചു കാര്യം, എൻ്റെ മൂക്കിൻ്റെ വേദന മാറണം, കണ്ണിൻ്റെ വേദന മാറണം, കാലിൻ്റെ വേദന മാറണം, നടുവിൻ്റെ വേദന മാറണം, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അതൊക്കെ വിട്. അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം നമുക്ക് സ്വർഗത്തിൽ പോകണം. സ്വർഗമാണ് എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കേണ്ടത്. ആ ഒരൊറ്റ ചിത്രം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈ ജീവിതത്തിലെ സങ്കടങ്ങളൊന്നും കാര്യമായിട്ടെടുക്കേണ്ടതില്ല. പൗലോസ്ലീഹ പറഞ്ഞില്ലേ, വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ക്ലേശങ്ങൾ എത്രയോ നിസ്സാരമാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:18 അങ്ങനെ പറഞ്ഞു വയ്ക്കുക. വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ക്ലേശങ്ങൾ എത്ര നിസ്സാരം, ഒന്നുമല്ല, ഇച്ചിരി കരഞ്ഞു, അത് സാരമില്ല, അത് വിട്ട് കളയി, അത് മനസ്സിൽ നിന്ന് പോട്ടെ. എന്നിട്ടോ മനസ്സിൽ കൊണ്ട് നടക്കണം ദൈവം നിർമ്മിച്ച ആ നഗരം, ദൈവത്തിൻ്റെ കൈ കൊണ്ട് മെനഞ്ഞെടുത്ത ആ നഗരം. അതാണ് നമുക്ക് സ്വന്തമാക്കേണ്ടത്. എല്ലാ വിശുദ്ധാത്മാക്കളും അത് തന്നെയാണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. എന്തോരം സഹിച്ചിട്ടുള്ള വിശുദ്ധരുണ്ട്, എന്തോരം കണ്ണുനീര് മാത്രമുള്ള വിശുദ്ധർ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവരൊക്കെ ഇന്ന് സ്വർഗത്തിൽ നിത്യപിതാവിൻ്റെ സന്നിധിയിൽ സന്തോഷം അനുഭവിക്കല്ലേ. അവരൊക്കെ ഇന്ന് സ്വർഗത്തിൽ നമ്മളെ കാത്തിരിക്കല്ലേ. എപ്പോഴാണ് വരണത്, എൻ്റെ മോൻ എന്നാ വരണത്, മോള് വരണത് എന്നാണ് കാത്തിരിക്കുകയാണ് അവർ സ്വർഗത്തിൽ. ഈ ജീവിതത്തിൽ അവരൊക്കെ ഒരുപാട് സഹിച്ചവരാണ്. ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരുപാട് കണ്ണുനീരൊഴുക്കേണ്ടി വന്നിട്ടുണ്ട്, വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, അതിനിറങ്ങിയപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ അധ്വാനങ്ങളും കാഴ്ചവെക്കേണ്ടി വന്നിട്ടുണ്ട്. മനസ്സ് മടുത്തിട്ടില്ലായിരുന്നു. അവർ വീണിട്ടൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും വിശുദ്ധരൊക്കെ ജീവിതത്തിൽ വീണിട്ടുണ്ടാവും. പക്ഷെ വീണെടുത്തുനിന്ന് അവർ എഴുന്നേക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, വീണെടുത്ത് തന്നെ കിടന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം അത് അല്പം കൂടെ അങ്ങ് വളർത്തിയെടുക്കണം. എന്നിട്ടോ സ്വർഗത്തിലേക്കായിരിക്കട്ടെ ലക്ഷ്യം. സ്വർഗത്തിലേക്ക്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ നിന്റെ കൂടെയുണ്ട്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ നിന്നെ കൈവിടില്ല, നിന്നെ നഷ്ടപ്പെടാൻ അനുവദിക്കത്തില്ല. ആ ദൈവത്തിൽ തന്നെ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കണം. ഒരു പക്ഷേ ഇന്ന് ചെയ്യുന്ന ഈ അധ്വാനത്തിന് സമ്മാനം എന്താ ഇതിൻ്റെ പ്രതിഫലം? ഒന്നുമില്ലായിരിക്കാം, ഒന്നും കിട്ടുന്നില്ല എന്നുള്ള തോന്നലായിരിക്കാം. നീ അധ്വാനിക്കുന്നത് മുഴുവൻ വൃഥാവിലാവുകയാണ്, ഇതിനൊന്നും ഒരു ഉത്തരവില്ലല്ലോ എന്ന് നീ ചിലപ്പം ചിന്തിച്ചിരിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇതൊക്കെ കുറിച്ച് വയ്ക്കും, അവിടെ ഇതൊക്കെ രേഖപ്പെടുത്തി വയ്ക്കും. എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും നിനക്ക് സമ്മാനമുണ്ട്. അങ്ങനെയാണ് ഈശോ പറഞ്ഞിട്ടുള്ളത്. ഒരു ചെറിയ കാര്യം ചെയ്താൽ പോലും നിനക്ക് സമ്മാനമുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി നീ അർപ്പിക്കുന്ന ഓരോ ശുശ്രൂഷയും, നീ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയും, അല്ലെങ്കിൽ നീ ഒഴുക്കുന്ന ഓരോ വേർപ്പ് തുള്ളിയും, നീ ഉയർത്തുന്ന ഓരോ പ്രാർത്ഥനയും, നിൻ്റെ ഓരോ നെടുവീർപ്പും അത് ദൈവസന്നിധിയിൽ എത്തുന്നുണ്ട്. തളർന്നു പോയേക്കല്ല്. ചിന്തിച്ച് മനസ്സിനെ തളർന്നു പോകാൻ ഇടയാക്കല്ല്. ധൈര്യമായിട്ടിരിക്കണം. എന്നിട്ടോ സ്വർഗത്തെ ലക്ഷ്യം വെക്കണം. നമുക്ക് മുന്നോട്ട് നീങ്ങണം. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാം നമുക്ക് വലിയൊരു മാതൃകയായിരിക്കട്ടെ. വേറെ ഒന്നിലും ആശ്രയം വയ്ക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ഒന്ന് കണ്ണടച്ച് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, വിശ്വാസത്തിൻ്റെ ഉത്തമ മാതൃകയായ അബ്രാഹത്തെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും മറ്റുള്ളവർക്ക് വിശ്വാസത്തിനൊരു മാതൃക കൊടുക്കുന്നവളായി മാറാൻ എന്നെ സഹായിക്കണേ. എൻ്റെ കൂടെയുള്ളവർക്ക് മാത്രമല്ല, ലോകം മുഴുവനും ഈ വിശ്വാസത്തിൻ്റെ ഒരു വലിയ കുളിർക്കാറ്റ് വീശുന്ന അനുഭവത്തിലേക്ക് അവരെയും നയിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ, എന്നെ പഠിപ്പിക്കണേ. എനിക്ക് ബലം തരണേ ഈശോയെ. എൻ്റെ വിശ്വാസം അല്പം പോലും കുറയാൻ ഇടവരുത്തല്ലേ. ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും അനുസരിക്കാനും അതിനനുസരിച്ച് പ്രത്യുത്തരിക്കാനും
എന്നെ പഠിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.